A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുമോ? CPM-നെ വെല്ലുവിളിച്ച് PV അൻവർ. ചരിത്രത്തിലെ വലിയ പരാജയമാണ് LDF ഏറ്റുവാങ്ങാൻ പോകുന്നത്. പിണറായി സത്തിനെതിരെ വിധിയുണ്ടായാൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്താൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറാകുമോ എന്നും അൻവർ ചോദിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പ് 9 വർഷത്തിന് ശേഷം ഈ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റിന്റെ 9ാം വാർഷികം ആഘോഷിക്കപ്പെട്ടു. 4 എന്ന് പറയുന്നുണ്ട്, എന്തായാലും 9 വർഷമല്ലോ. രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് CPM-യുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളതാണ്. പലരും പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, എളമരം കരീം സഖാവ് പറഞ്ഞിട്ടുണ്ട്, TP രാമകൃഷ്ണൻ സഖാവ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും ഇതൊരു പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും എന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനുള്ളത്. അതിന് അദ്ദേഹം ഉത്തരം പറയണം. ഞാൻ ജൂദാസാണ്, അത് പോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് LDF-നെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാകാൻ പോവുകയാണ്. അവരുടെ എല്ലാ മെഷീനറിയും 99 98 MLA-മാരും മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിസംഘവും അവരുടെ മറ്റു തൊഴിലാളി പ്രസ്ഥാന നേതാക്കളും അവരുടെ കോർപ്പറേഷൻ മേയർമാരും അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും തുടങ്ങി അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനാണ് നേരിടുന്നത്. പണം അവർക്കൊരു പ്രശ്നമല്ല. പണം പല വഴിക്കും വന്ന് ഈ മണ്ഡലത്തിൽ ഒഴുകുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പണം വീടുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി അവർ നിർലോഭം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം, LDF-ന്റെ എതിർത്ത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത്, LDF-നോടൊപ്പം നിൽക്കുന്നവർക്കും CPM-നോടൊപ്പം നിൽക്കുന്നവർക്കും പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സഖാക്കൾക്ക് ഒരു റോളും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല. മുഴുവൻ ഇവിടെ ഈവൻ മാനേജ്മെന്റിന്റെ മരുമോനിസത്തിന്റെ ഒരു സംഘം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തി പോകുന്നത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഗതികേടിൽ അവരെത്തി നിൽക്കുന്നു. കിറ്റുകൾ കൊടുക്കുന്നുണ്ട് 2 വിഭാഗവും. അപ്പൊ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിവരമുണ്ട്. അപ്പൊ നമ്മളുടെ പ്രവർത്തകരോടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കളോടും ഒക്കെ പറഞ്ഞത്, കിട്ടുന്നത് മുഴുവൻ വാങ്ങണം, ഒന്നും നോ എന്ന് പറയരുത്. കാരണം ഇതൊന്നും അവരുടെ തറവാട് വിറ്റിട്ട് കൊണ്ടുതരുന്നതല്ല. കേരളത്തിലെ ജനങ്ങളെ പല രീതിയിൽ കൊള്ളയടിച്ച് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള പണമാണ് ഇവിടെ നൽകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സഖാവ് ഗോവിന്ദൻ മാഷോടുള്ള ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ? കാരണം പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്, പിണറായിയോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യത്തോടുള്ള വിരോധമാണ്. കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കലാശക്കൊട്ട് ഒഴിവാക്കിയത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്ന് PV അൻവർ പറഞ്ഞു. യഥാർത്ഥ കലാശക്കൊട്ട് 19-നാണ്. അന്ന് പിണറായി സത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണി അടിക്കും. പ്രവർത്തകർ ഇപ്പോൾ ഫീൽഡിലാണെന്നും അൻവർ പറഞ്ഞു. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ കലാശക്കൊട്ട് ഒഴിവാക്കി പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ കലാശക്കൊട്ട് വരാൻ പോകുന്നത് ഈ 19-ാം തീയതിയാണ്.
ഇത് വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ട് ആ കലാശക്കൊട്ട് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ പിണറായി സത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്താണ് നിലമ്പൂരിൽ വളരെ വൃത്തിയായി അടിക്കും. അതാണ് ഞങ്ങളുടെ കലാശക്കൊട്ട്. ഞങ്ങളുടെ പ്രവർത്തകർ മുഴുവൻ ഫീൽഡിലാണ്. പരിമിതമായ പ്രവർത്തകരാണ് ഞങ്ങൾക്കുള്ളത്. അവരെ ഇന്ന് ഈ നായാട്ടിന് വിടണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. 2010 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് ആര്യാടൻ ഷൗക്കത്ത് ആദ്യമായി വോട്ട് മറിക്കാൻ തുടങ്ങിയത്. അന്ന് UDF ജയിച്ചാൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ അന്നത്തെ KPCC ജനറൽ സെക്രട്ടറി VA കരീം ആകുമായിരുന്നു. അന്ന് കരീമിനെ ഷൗക്കത്ത് കാലിവാരി തോൽപ്പിച്ചു. VV പ്രകാശിന്റെ ഒരു ഫോട്ടോ പോലും ഷൗക്കത്തിന്റെ പോസ്റ്റിലില്ല. VV പ്രകാശിന്റെ ഒപ്പം ഉള്ളവരുടെ വോട്ട് ഷൗക്കത്തിന് ലഭിക്കില്ല. തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അനിൽകുമാറിനെ തോൽപ്പിക്കുമെന്ന ഷൗക്കത്തിന്റെ തിട്ടൂരമാണ് സ്ഥാനാർത്ഥിത്വം. ജില്ലയിൽ ഒരു MLA കൂടി കോൺഗ്രസിന് ഉണ്ടാകുന്നത് അനിൽകുമാർ MLAക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാണുന്ന നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോവാണ്. നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻസർ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവിലകം കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ്. ഇക്കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് എടുക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലിനിക്കുകൾ, IT കമ്പനികൾ, കലാ അക്കാദമികൾ, ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത്. ഈ 3 നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും, ഫ്ലോറിംഗ്, പെയിന്റിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, ACP വർക്ക് കൂടാതെ 2 നിലകളിലായി 2 വാഷ്റൂം ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം നല്ല വിശാലമായ പാർക്കിംഗും. ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് 2 മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുത്തോളൂ. ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ, കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം.